ഹലോ ഗായ്സ്, അപ്പോൾ ഇത് ഞാൻ പോയ ഒരു ഐവി ട്രിപ്പിൻ്റെ മിനി വ്ളോഗാട്ടോ. അപ്പം ഞങ്ങൾ കോളേജിൽ നിന്ന് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. പോയത് ചിക്ക്മംഗ്ലൂർ, ബേലൂർ, കൂർഗ് അവിടേക്കൊക്കെ ആട്ടോ പോയ ഒരു 3 ഡേ ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ തലേ ദിവസം ഉച്ചയ്ക്ക് നമ്മൾ ഐവിക്ക് പോയി ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്തു. അതിൻ്റെ വീഡിയോ ഒന്നും എൻ്റെ ഉണ്ടായില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ചിക്ക്മംഗ്ലൂർക്കാണ് പോയത്. അതിൻ്റെ ഇടയിൽ വെളുപ്പിന് നമ്മൾ അടിവാരത്ത് നിർത്തിയിട്ട് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പും എൻ്റെ കാണാനില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ചിക്ക്മംഗ്ലൂർ റൂം എടുത്തു. അവിടെ നിന്ന് ഫ്രഷപ്പായിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. നമുക്ക് പൂരി, ദോശ, ഇഡ്ഡലി ഇഡ്ഡലി ഇല്ല, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ നമ്മൾ ഒരു ജീപ്പ് എടുത്തിട്ട് ട്രക്കിങ്ങിന് വേണ്ടി പോയിട്ടോ. നമ്മൾ കുറേ മലകളുടെ മുകളിൽ കൂടെയാണ് പോയത്. നമ്മൾ മലയുടെ മുകളിലെത്തുന്നവരും അടിപൊളി വ്യൂസൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ മലയെണ്ണാൻ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഫോണിൽ കിട്ടുള്ള എടുത്തിട്ട് അങ്ങനെ പോയി. അതിൻ്റെ ഇടയിൽ നമ്മളൊരു വെള്ളച്ചാട്ടം നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ടായി. അതിൻ്റെ ഉള്ളിൽ കൂടെ നുഴഞ്ഞ് കയറിയപ്പോൾ നോക്കിയപ്പോൾ അവിടെ നിറച്ച ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് ഞാൻ സാഹസികമായിട്ട് സിപ്പ് ലൈനിൽ പോയി. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത്, ജീരോടെ തിരിച്ചെത്രയെന്നുള്ള മൈൻഡിൽ. ഞാൻ കാടിന് നടുക്ക് കൂടെ ഒരു സിപ്പ് ലൈൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോയതിൻ്റെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊരിക്കലും മറക്കാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ. അതായത് നമ്മൾ വീണ്ടും ഡാൻസ് കളിച്ചു. പിന്നെ ഉച്ചത്തെ ഫുഡിന് നമുക്ക് നെയ്ച്ചോറ്, ചിക്കൻ കറി, ചിക്കൻ വറുത്തതൊക്കെ ആയിരുന്നു. അത് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോയി. എൻ്റെ പിന്നെ വെയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞു പോണ വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ ആ വെയിലത്തൊക്കെ ഇവിടെയൊക്കെ എങ്ങനെയാണ്ടൊക്കെ നടന്ന് കുറച്ച് നേരം വ്യൂ ഒക്കെ കണ്ടു നിന്നു. കാറ്റുണ്ടായിരുന്നു, അതായിരുന്നു ഒരു സമാധാനം. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് മല കയറാൻ വേണ്ടി പോയി. അവിടെയും ഭയങ്കര കാറ്റാണ്, പക്ഷെ ഭയങ്കര വെയിലുമാണ്. എന്നാലും ഒരു തണവുണ്ടായിരുന്നു അവിടെ. എന്നാൽ ഞാൻ ട്രക്ക് ചെയ്ത് മലയുടെ മണ്ടയ്ക്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിവിടെ കുറേ സ്പോട്ടുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളിടം വരെ, നടക്കാൻ പറ്റുന്നിടത്തോളം വരെ നമുക്ക് ട്രക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ ഏറ്റവും മുകളിലോട്ടാണ് പോയത്. എന്നിട്ട് അവിടെ ഒരു കല്ലിൻ്റെ മുകളിൽ കയറിയിരുന്ന് അവിടേക്ക് താഴേക്ക് കാലിട്ടിട്ട് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു. എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുണ്ടായി സംഭവമായിരുന്നത്. ഭയങ്കര കാറ്റാണ്, നമ്മൾ പറന്ന് പോണ കാറ്റായിരുന്നു. അതേപോലെ നല്ല വെയിലും, പക്ഷേ അത്യാവശ്യം നല്ല തണവായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വെയിൽ അത്ര ഫീൽ ചെയ്യില്ല കേട്ടോ. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ആണെന്നേരം അതൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തി. റിസോർട്ട് എന്ന് പറഞ്ഞാൽ കുറേ കാടിൻ്റെ ഇടയിൽ കൂടെ ഉള്ളിലോട്ട് പെട്ടൊരു റിസോർട്ടായിരുന്നു കേട്ടോ. നമുക്ക് കോട്ടേജാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് നേരം കളിച്ചു. തണവെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തണവായിരുന്നേ. പിന്നെ നമുക്ക് നാണും ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനൊക്കെ ആയിരുന്നു രാത്രി കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ക്യാമ്പ് ഫയറിൽ നമ്മൾ കുറച്ച് നേരം തീ കാഞ്ഞുകൊണ്ട് നിന്നു. കാരണം അത്ര തണവായിരുന്നു. ഞാൻ ഇത്രയും തണവ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ അങ്ങനെ ഐസായിപ്പോയി. ഇത് അവിടെ ഉണ്ടായിരുന്നൊരു മെയിൻ പുള്ളിയാണ്. ആളുടെ കൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നേരം ഉണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളുപ്പിന് 5 മണിയായപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേക്ക് കടന്നു. നമ്മൾ ബേലൂരാണ് പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചില കാരണങ്ങളാൽ ഞങ്ങൾക്ക് ബേലൂർക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ നേരെ കൂർഗിലോട്ട് അത് തിരിച്ചു വിട്ടു വണ്ടീനെ. അങ്ങനെയാണ് നമുക്ക് ഇത്ര നേരത്തെ പോകേണ്ടത്. അങ്ങനെ പോകുന്ന വഴി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് ഭയങ്കര വിപുല സമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രെഡ് ജാം അങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ദോശ, പൂരി, ഉഴുന്നുവട, പിന്നെ കേസരി ഒക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടമില്ല കേട്ടോ. എല്ലാത്തിനും കുറേ മല്ലിയില ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണി പ്ലസ് ചിക്കൻ കറി, ചിക്കൻ വറുത്തത്, സലാഡൊക്കെ ഉണ്ടായിരുന്നു. വൈകിട്ടാണ് മെയിൻ. നമുക്ക് ഒരു റെസ്റ്റോ ബാറിലായിരുന്നു ഫുഡ്. DJ ഒക്കെ ആയിട്ട് ക്യാൻഡിൽ ലൈറ്റുണ്ട്. അപ്പോൾ നമ്മൾ ക്യാൻഡിൽ ലൈറ്റിന് ഇരുന്നിട്ട് അൽഫാം മന്തി, റൊട്ടി, കറി അങ്ങനെ കുറേ സാധനമൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു ലക്ഷറി ഫീലൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് അവസാനിച്ചു.